നമസ്കാരം. ഇന്ന് മനോരമ ചാനലിൽ നടത്തിയ ഒരു അഭിമുഖം കാണാൻ ഇടയായി. സത്യത്തിൽ ആ അഭിമുഖം ഏതാണ്ട് 1 മണിക്കൂർ നേരം മിച്ചമുണ്ട്, 1 മണിക്കൂർ കൂടുതലുണ്ട്. ഒരു മരണവുമായി ബന്ധപ്പെട്ട, ഒരു മരണമല്ല 2 മരണവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖമായിരുന്നു. പ്രശസ്തനായ സംഗീതജ്ഞൻ ബാലഭാസ്കറുടെ മരണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് മനോരമ ലേഖൻ നടത്തിയ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സങ്കടത്തോടെയാണ് ആ അഭിമുഖം കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അറിയണമെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൻ്റെ കണ്ണിലേക്ക് നമ്മൾ സൂക്ഷ്മം നിരീക്ഷിച്ചാൽ തന്നെ അവൻ്റെ മനസ്സിൽ എന്താണ് എന്നത് നമുക്ക് ഏവർക്കും തിരിച്ചറിയാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ, ബാലഭാസ്കറുടെ സഹധർമ്മിണിയെ ഞാൻ സൂക്ഷ്മം നിരീക്ഷിച്ച് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം അതിനോടനുബന്ധിച്ച ഒരു വാഹന അപകടം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ച് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിൽ നമുക്ക് ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് അന്വേഷിക്കുക, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എത്ര ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു പോകും, അത്രയും ദിവസത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഏകദേശം എനിക്കും അറിയാം. ഞാൻ ആ ഒരു സ്റ്റേജ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ മറുപടികൾ, ലേഖകൻ്റെ ചോദ്യത്തിനുള്ള മറുപടികൾ ഞാൻ വളരെ ഗൗരവപൂർവ്വമാണ് ഞാൻ നിരീക്ഷിച്ചത്. എന്താ പറയുക, ഒരു കാലഘട്ടത്ത് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അതിൽ നിന്നും മനസ്സിലായത് ഒരു കാലഘട്ടത്ത് തന്നേക്കാൾ ഒരു സൗഭാഗ്യവതി മറ്റാരുമില്ല എന്ന് പോലും അവരുടെ മനസ്സിൽ അവർ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതേ ആ വ്യക്തി തന്നെ പിന്നീടൊരു കാലഘട്ടത്ത് സർവശക്തനായ ദൈവത്തിനോട് മൈൻഡ് വോയിസിലൂടെയും അല്ലാതെ പിച്ചും പേയിലൂടെയും, അതായത് നമ്മൾ മൈൻഡ് വോയിസ് വേറെ, നമ്മൾ വായിലൂടെ നമ്മൾ മറ്റൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്ന പോലത്തെ ഭാഷ, അതാ ഈ പിച്ചും പേ എന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, മറ്റൊന്നും അല്ല കേട്ടോ. ആ സംസാരിക്കുന്ന ഭാഷയിലൂടെയും അവർ സർവശക്തനായ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ടാവും, എന്തിനായിരുന്നു ഈ ചതി, ഞാൻ അതിനതൊക്കെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യമായിരുന്നെങ്കിൽ ഈശ്വരൻ എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടായിരുന്നു, എന്തിനാ എന്നെ നിലനിർത്തിയിട്ട് എന്നേക്കാൾ മുന്നേ എൻ്റെ മുന്നിലൂടെ അവരെ കൊണ്ടുപോയത് എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അവരുടെ മുഖവും അവരുടെ കണ്ണും ഞാൻ അങ്ങേയറ്റം സൂക്ഷ്മം നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്. പിന്നെ അവർ പറഞ്ഞതെല്ലാം കേസുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ്, ക്രൈം ബ്രാഞ്ച്, പിന്നെ CBIക്ക് അവർ സഹകരിച്ചു. പിന്നെ അവരുടെ ഡ്രൈവർ മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്തു. ആദ്യം അയാൾ സത്യസന്ധതയാണ് പറഞ്ഞത്, ഉണ്ടായ കാര്യം ഉണ്ടായ പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ മൊഴി മാറ്റി പറഞ്ഞു. ഈ കാലഘട്ടത്തിലൊക്കെ ഇവർ ഹോസ്പിറ്റലായിരുന്നു, ഇവരിതൊന്നും അറിയുന്നില്ല, ഇവർക്ക് കഠിനമായ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് നല്ല പവർഫുൾ മെഡിസിനൊക്കെ അല്ലേ അവർ കഴിക്കുന്നത്. അപ്പം മിക്കവാറും ഒക്കെ ഇവർ ഉറക്കം തന്നെയാണ്
അങ്ങനെയാണല്ലോ ആശുപത്രിയിൽ ഈ അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉള്ള കണ്ടീഷൻ അതാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഡ്രൈവർ മൊഴി മാറ്റി പറഞ്ഞു. പിന്നെ അവരുടെ കുടുംബക്കാർക്ക് സംശയമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക്, മരണപ്പെട്ടയാളുടെ സഹോദരിക്കും അപ്പനും അമ്മയ്ക്കും സംശയങ്ങളുണ്ടായി. അപ്പനും അമ്മ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തി അല്ലാത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുള്ള തൃപ്തി ഇല്ലാത്തതുകൊണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തു എന്നൊക്കെ കടന്നു വന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുക, അവരോട് നമുക്കെന്ത് പറയാം, അവരോട് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ബാലഭാസ്കറുടെ പിതാവിൻ്റെ ഒരു അഭിമുഖം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം എന്താ പറയുക, ഒരു നഷ്ടമുണ്ടാകുന്നതിൻ്റെ ഒരു വേദനയെന്ന് പറയുന്നത് അത് ഏതൊരു മാതാപിതാവിനും താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് ദുരിതം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരു അപ്പനായാലും ശരി അമ്മയായാലും ശരി അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇച്ചിരി ഏജ് ഓവറായ മനുഷ്യനല്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് അവർ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മറുപടി പറയേണ്ടി വന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് അവരുടെ ഭർത്താവ്, അവരുടെ കുട്ടി, ഇതിൻ്റെ അപ്പുറം ഒരു ലോകം അവർക്ക് വേറെ ഇല്ല. അവരെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ലോകം. ആ ചുറ്റുന്ന ഗ്രഹങ്ങളെപ്പോലെ ആണ് അവരുടെ ലോകം. ആ സെൻട്രൽ പോർഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം എന്നുള്ളതൊക്കെ അവർ അങ്ങേയറ്റം ഈ അഭിമുഖത്തിൽ തന്നെ പല പോയിന്റുകളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ കാണാം. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് മാനസികപരമായിട്ട് ഭിന്നിഷ്ടം ഉള്ളിലൂടെ കടന്നു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ പോലീസിൻ്റെ അടുത്തും കോടതിയിലൊക്കെ, അഡ്വക്കേറ്റിൻ്റെ അടുത്തും കോടതിയിലും CBIയുടെ അടുത്തൊക്കെ നിരന്തരം ഇവർ മൊഴി കൊടുത്ത് ഉള്ള ഈ കഴിഞ്ഞ 3-4 വർഷത്തെ പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അല്പം ധൈര്യം സംഭരിച്ച് വന്ന് ഈ ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ നഷ്ടത്തിന് മുന്നിൽ നമുക്ക് ഒരു ആശ്വാസമൊന്നും പറയാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത്. അത് നമുക്ക് ഏവർക്കും വ്യക്തമായി അറിയാം. അതിന് മറുപടി ആൻസർ തരാനായിട്ട് അവരെ സെലക്ട് ചെയ്തത് ഒരു പ്രാദേശിക ചാനലിലൂടെയാണ്. കാരണം ഓരോരുത്തരോടും ചെന്നയച്ച് ഓരോന്ന് പറയാൻ ഒക്കെ മറുപടി പറഞ്ഞ് നടക്കാൻ പറ്റുകയില്ല. ഇന്നതായിരുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ അവർ ആദ്യമേ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കവലയിൽ വന്നിരുന്ന് പറയേണ്ട കാര്യങ്ങളല്ല ഇത്, അതിന് ഞാനങ്ങനെ പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ടൊരു ചാനലിനെ ചോയ്സ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് പറയാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് എന്നൊക്കെ അവർ വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് അത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എന്താ പറയുക, അവരുടെ നഷ്ടത്തിന് മുമ്പ് അവർക്കുണ്ടായ നഷ്ടത്തിനോട് നമുക്ക് എന്ത് ആശ്വാസമൊക്കെ പറയാനോ ഒന്നും പറയാനില്ല. കേൾക്കുക, നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇവരാണ് ഈ പറഞ്ഞ പോലെ ഒരു കടുത്ത ഒരു രോഗിയുമാണ്. ഇപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റിലാണെന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഡെലിവറി ആ കുട്ടി ജനിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ അവർ രോഗിയായിരുന്നു. അപ്പം ആ അപകടത്തോടു കൂടി അവർ കഠിനമായ രോഗിയായി. ഇത്രയൊക്കെ അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. എന്നിട്ടും അവർക്ക് മനസ്സമാധാനമില്ല എന്നൊക്കെ അവർ പറയാതെ തന്നെ, ഇത്രയൊക്കെ തെളിച്ചവർ പറയുന്നില്ല, പക്ഷെ പറയാതെ തന്നെ അവരുടെ മുഖവും അവരുടെ സംസാര ശൈലിയും അവരുടെ കണ്ണുകളെല്ലാം കൂടെ നമുക്ക് വ്യക്തമായിട്ട് നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ചാനൽ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാണ്ട് 1 മണിക്കൂർ മിച്ചമുണ്ട് ചാനൽ പ്രോഗ്രാം, ലക്ഷ്മിയുടെ ചാനൽ പ്രോഗ്രാം. അത് കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. ഇതൊന്ന് നിങ്ങളെ അറിയിക്കാം, നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ
ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.